ഹലോ, നല്ല നമസ്കാരം. വിടുതലൈ പാർട്ട് 2. വിജയങ്ങളുടെ സേനാധിപതി വിജയ് സേതുപതിയും വിജയങ്ങളുടെ കുമാരൻ വെട്രിമാരനും ചേരുന്ന വിടുതലൈ പാർട്ട് 2 ഒരു മനോഹരമായ സിനിമയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വെട്രിക്കൊടി മൂവി എന്നാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയുവാൻ തോന്നുന്നത്. ഇതിൽ പറയുന്ന രാഷ്ട്രീയം ചുവപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ഈ സിനിമ പറയുന്ന രാഷ്ട്രീയം വളരെ വലുതാണ്. ഈക്വാലിറ്റി, ജാതി, മതം, വർഗം, വർണ്ണം, ഇപ്പോഴുള്ള സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം, മുമ്പുണ്ടായിരുന്ന സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം, ഇനി വരാനിരിക്കുന്ന സിസ്റ്റം, അങ്ങനെ ഇവിടെ സിസ്റ്റം മാറുന്നില്ല, ആൾക്കാർ മാറുന്നു, ആൾക്കാരുടെ ചിന്താഗതി മാറുന്നു, പക്ഷേ സിസ്റ്റം മാറുന്നില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് പ്രശ്നമുണ്ടാകും എന്ന് തന്നെ വ്യക്തമായിട്ട് വെട്രിമാരൻ തൻ്റെ രാഷ്ട്രീയം വ്യക്തമായിട്ട് വിടുതലയിലൂടെ പറയാൻ ശ്രമിക്കുകയാണ്. വിജയ് സേതുപതിയെ പോലുള്ള ഒരു നടൻ്റെ നല്ല ഒരു എഫോർട്ട് ഈ സിനിമയിൽ ഉണ്ട്. കാരണം അദ്ദേഹം നന്നായിട്ടാണ് ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. വെട്രിമാരൻ അദ്ദേഹത്തെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ജു വാര്യർ എന്ന ഒരു വലിയ നായികയ്ക്കും നന്നായിട്ട് തന്നെ ഇതിൽ പെർഫോം ചെയ്യിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെട്രിമാരൻ്റെ സിനിമകളിൽ മഞ്ജു വാര്യർ എന്ന ചോദ്യം പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. പെർഫോം ആണ് പുള്ളിക്കാരന് ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കഥാപാത്രത്തിന് എന്താണോ ആവശ്യം അതിന് ഉൾക്കൊള്ളുന്ന, അത് പെർഫോം ചെയ്യും, അതിൻ്റെ സാധനം കിട്ടുമെന്ന് തനിക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം മഞ്ജു വാര്യനെ പോലുള്ള ഒരു നടിയെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നെനിക്ക് തോന്നി. പിന്നെ സൂര്യയെ പോലുള്ള ഒരു നടൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയായിരുന്നോ അത് ഇതിൽ ഇല്ല. അദ്ദേഹത്തിന് അങ്ങനെ അത്രയും പെർഫോം ചെയ്യാനില്ല. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് മാത്രം കാണാൻ വേണ്ടി തിയേറ്ററിൽ കയറുന്നത് നല്ലതാണ്. ഇത്തിരി ദൈർഘ്യമുള്ള സിനിമയാണ്. ഏകദേശം 3 മണിക്കൂർ അടുപ്പിച്ചുണ്ട് ആ സിനിമ. 2 മണിക്കൂർ 50 മിനിറ്റിൽ കൂടുതലുണ്ട് ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഇത്തിരി ദൈർഘ്യമുള്ള സിനിമയാണെങ്കിൽ പോലും അതിൻ്റെ ക്ലൈമാക്സിൽ കാണാൻ വേണ്ടി മാത്രം ഈ സിനിമയ്ക്ക് കയറിയാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് അത്രയ്ക്കും നല്ല സ്റ്റൈൽ ക്ലൈമാക്സാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഫസ്റ്റ് പാർട്ടിൽ വിജയ് സേതുപതിയെ കാണിച്ച് ഗുംസ് വരുത്തിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് കാണുമ്പോൾ ഒരു തൃപ്തിയോടുകൂടി തന്നെ തിയേറ്ററിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. നല്ലൊരു സിനിമ, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇളയരാജയുടെ സംഗീതം, നല്ല സ്റ്റൈൽ, പാട്ടുകളൊക്കെ എന്തു കിടലാണ്. ലവ് സ്റ്റോറി എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല ഫീലുള്ളൊരു പാട്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ടുണ്ട്. ഇതിൽ ആക്ഷൻ രംഗങ്ങളൊക്കെ പീറ്റർ ഹെയ്ഡനാണ് ചെയ്തിരിക്കുന്നത്. അതും എനിക്ക് അത്ര സൂചിച്ചില്ല. ചിലപ്പോൾ മലയാള സിനിമ ഇപ്പോൾ കണ്ട് ഇറങ്ങിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് സൂചിക്കാത്ത സ്റ്റണ്ട്. പക്ഷേ ആ കഥ നടക്കുന്ന പരിസരം ആവശ്യപ്പെടുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് സ്റ്റണ്ട് മേക്ക് ചെയ്തിരിക്കുന്നത്. കാലഘട്ടം അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്റ്റണ്ട് എനിക്ക് അത്ര സൂചിക്കാതെ പോയത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു കളറിങ്, ഒരു ബ്ലാക്ക് ഹ്യൂമർ പോലെയുള്ള ഒരു സാധനമൊക്കെ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊണ്ടുവരാൻ ഉള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ലൈറ്റിങ്ങിൽ ഒക്കെ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇതിൽ വർക്കൗട്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. സൗണ്ട് ക്വാളിറ്റി അത് പ്രത്യേകിച്ച് പറയാൻ എനിക്ക് തോന്നി. നല്ല സൗണ്ടായിരുന്നു, നല്ല ഗുമ്മായിട്ടുള്ള സൗണ്ട്. ഈ സിനിമ നടക്കുന്ന ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ നല്ല സൂപ്പറായിട്ടാണ് സൗണ്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. വെട്രിമാരൻ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം വിജയ് സേതുപതിയിലൂടെ പറയുന്നു എന്നതാണ് ഈ സിനിമ. അല്ലാതെ കൂടുതൽ ഒന്നുമില്ല. ഈ സിനിമ ഫസ്റ്റ് പാർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ വളരെ വ്യത്യാസമാണ്. കാരണം ഫസ്റ്റ് പാർട്ടൊക്കെ കൊടൂരമായിരുന്നു. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഒരു വർഷത്തിന് മുമ്പ് ഇറങ്ങിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് അപ്പോൾ ഒരു വലിയ കൊടൂരമായിട്ട് തോന്നിയത്. പക്ഷേ ഇപ്പോൾ വലിയ കൊടൂരമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അത് വലിയ കൊടൂരമായിട്ടുള്ള ഒരു രീതിയാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കഥ ആവശ്യപ്പെടുന്നത് അനുസരിച്ച് എല്ലാവരും തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.